നമാ തുളസി സർവജ്ഞ പുരുഷോത്തമവല്ലഭേ പാഹി മാം സർവപാവേദ്യേ സർവസമ്പത്പ്രദായികേ. തീർത്ഥയാത്രയിൽ നടന്ന് ബലരാമൻ ഭഗദാൽദ്യ മഹർഷിയുടെ ഭഗാശ്രമം എന്ന് പറഞ്ഞ് സരസ്വതീ തീരത്തുള്ള സ്ഥലത്താണ് എത്തിച്ചേർന്നത്. പണ്ട് ഈ ഭഗദാൽദ്യൻ ധൃതരാഷ്ട്ര മഹാരാജാവിനെ കാണാൻ പോയിട്ട് അദ്ദേഹത്തിനോട് കുറച്ച് പശുക്കളെ ദാനം ആയിട്ട് ആവശ്യപ്പെട്ടു. രാജാവ് പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ദാനം കൊടുക്കാൻ തക്കവണ്ണം പശുക്കൾ ഒന്നുമില്ല, ഗോസമൃദ്ധി കുറവാ. എന്നാലോ പശുത്തൊഴുത്തിൽ ധാരാളം പശുക്കൾ ചത്തു കിടപ്പുണ്ട്, അത് വേണമെങ്കിൽ അങ്ങ് കൊണ്ടക്കളോ എന്ന് പറഞ്ഞു. ഭഗദാൽദ്യന് ദേഷ്യം വന്നു. ഇത് തന്നെ അപമാനിക്കലായില്ലേ, ചത്ത പശുവിനെ തരാമെന്ന്. ക്രോധമുണ്ടായി. ഒന്നും മിണ്ടിയില്ല. നേരെ ഗോശാലയിൽ പോയി ചത്ത് കിടക്കുന്ന പശുക്കളുടെ കുറഞ്ഞെണ്ണത്തിൻ്റെ മാംസം അറുത്തെടുത്തിട്ട് നേരെ സരസ്വതി തീരത്ത് വന്ന് അവിടെ ഇരുന്ന് ഒരു വലിയ ഹോമം അങ്ങോട്ട് തുടങ്ങി. എന്നെ അപമാനിച്ച ഈ രാജാവിൻ്റെ രാജ്യം ക്ഷയിച്ചു പോട്ടെ, അതാണ് ഹോമം. ഹോമത്തിന് ഫലം കണ്ടു. ധൃതരാഷ്ട്രൻ്റെ രാജ്യം ക്ഷയിക്കാൻ തുടങ്ങി. പല പ്രതിവിധികളും ഹോമങ്ങളും ഒക്കെ ചെയ്തു നോക്കി, യാതൊരു കാര്യമില്ല, ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന. അവസാനം ജ്യോത്സ്യന്മാരെ വരുത്തി പ്രശ്നം വെച്ചു. അപ്പോൾ അവർ കണ്ടുപിടിച്ചു, ഭഗദാൽദ്യൻ എന്ന മഹർഷി സരസ്വതി നദീ തീരത്ത് അങ്ങയുടെ രാജ്യം ക്ഷയിക്കാൻ വേണ്ടിയിട്ട് ഹോമം ചെയ്യുന്നുണ്ട്, അതാണ് കാരണം. ഇനി അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കേ വഴിയുള്ളൂ. അങ്ങനെ ധൃതരാഷ്ട്രൻ സരസ്വതി നദീ തീരത്ത് ചെന്ന് ഭഗദാൽദ്യനെ സന്തോഷിപ്പിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയുണ്ടായി. ആ സ്ഥലമാണ് ഭഗാശ്രമം എന്ന് പറഞ്ഞിട്ടുള്ള സരസ്വതി തീരത്തുള്ള ഈ ആശ്രമം. ബലരാമൻ ആ തീർത്ഥത്തിൽ കുളിച്ചു. പണ്ടൊരു കാലത്ത് ശ്രീ പരമേശ്വരൻ ഈ സരസ്വതി തീരത്ത് ഇരുന്ന് തപസ് ചെയ്യേണ്ടായിത്രേ. ആ സ്ഥലത്തിൻ്റെ പേരാണ് സ്ഥാണു തീർത്ഥം. ബലരാമൻ അവിടെയും സ്നാനം ചെയ്തു. സരസ്വതി നദിയുടെ കൈവഴിയിലാണ് ആ തീർത്ഥം. ആ തീർത്ഥത്തിൽ തന്നെയാണ് വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമം. അതേ നദിക്കരയിൽ കുറച്ചും കൂടി മുകളിലായിട്ട് വസിഷ്ഠ മഹർഷിയുടെ ആശ്രമവും ഉണ്ട്. വസിഷ്ഠൻ്റെ തപോബലവും ഐശ്വര്യമൊക്കെ കണ്ട വിശ്വാമിത്രന് കുശുമ്പ് കൂടി. വിശ്വാമിത്രൻ സരസ്വതി നദിയോട് പറഞ്ഞു, ആ വസിഷ്ഠനെ അങ്ങോട്ട് കൊണ്ടുവരുമെന്ന്. നദിക്ക് അനുസരിക്കാണ്ടിരിക്കാൻ വഴിയില്ല, പേടിയാ, ശാപം കിട്ടിയാലോ. ഇനി വസിഷ്ഠനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചുകൊണ്ടിരുമ്പോൾ വസിഷ്ഠൻ്റെ ശാപം കിട്ടിയാലോ, ആകെ പേടിച്ചു വരണ്ടു. ശരി എന്നും പറഞ്ഞ് സരസ്വതി നദി ഒരു ദിവസം വസിഷ്ഠൻ വെള്ളത്തിലിറങ്ങി നിൽക്കുമ്പോൾ ശക്തിയായിട്ട് ഒഴുക്കി വിശ്വാമിത്രൻ്റെ അടുത്തേക്ക് എത്തിച്ചു. വിശ്വാമിത്രൻ വസിഷ്ഠനെ കയറി പിടിക്കണ നേരം കൊണ്ട് അതിശക്തമായിട്ടുള്ള ഒഴുക്കിൽ വസിഷ്ഠനെ അവിടുന്ന് നദി മാറ്റുകയും ചെയ്തു. വിശ്വാമിത്രൻ പറഞ്ഞത് ചെയ്തു, എന്നാൽ വസിഷ്ഠനെ പിടിക്കാനൊട്ട് വിശ്വാമിത്രന് കിട്ടിയും ഇല്ല. വിശ്വാമിത്രൻ പറഞ്ഞത് നദി ചെയ്തു, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ശാപം വേണ്ട. എന്നാൽ വസിഷ്ഠൻ്റെ ശാപം കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് ശക്തിയായിട്ട് ഒഴുകിയിട്ട് വിശ്വാമിത്രന് പിടിക്കാൻ കിട്ടാത്ത വിധത്തിലാക്കി ഈ നദി. ഇതിൽ വിശ്വാമിത്രന് ദേഷ്യം വന്നു. വിശ്വാമിത്രൻ കോപിച്ചിട്ട് നദിയെ ശപിച്ചു. ആ നദിയുടെ ആ ഭാഗം രക്തമയായിട്ട് തീർന്നു. രക്തം കണ്ടില്ലേ, രാക്ഷസന്മാർക്ക് പിന്നെ എന്താ വേണ്ടേ? നദിയുടെ ഇരുകരകളിലും അവർ താമസാക്കി രക്തം ഇഷ്ടം പോലെ കുടിക്കാമല്ലോ. പിന്നീട് വലിയ മഹർഷിമാർ പലരും അവിടെ വന്ന് നദിയുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ അവർ നദിയെ ശുദ്ധീകരിച്ച് സരസ്വതിയെ പഴയ നിലയിലാക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ആ സ്ഥലത്തിന് വസിഷ്ഠ പാപവാഹം എന്നാണ് പേര്. ബലരാമൻ അവിടെ മുങ്ങി. ഈ സരസ്വതി നദിയുടെ ഇനിയൊരു ശാഖ വന്നു ചേരുന്നുണ്ട്. ആ സ്ഥലത്തിന് ഇന്ദ്രപാപമോചന തീർത്ഥം എന്നാണ് പേര്. ഒരു അതിക്രൂരനായ രാക്ഷസുണ്ടായിരുന്നു നിമൂചി. അവനുമായിട്ട് ഇന്ദ്രൻ യുദ്ധത്തിൽ ഏർപ്പെട്ടു. അവൻ എന്തു ചെയ്തു? യുദ്ധം ചെയ്ത് തോൽക്കുന്നു കണ്ടപ്പോൾ ആദിത്യരശ്മികളുടെ ഇടയിൽ പോയി ഒളിച്ചു. ഇന്ദ്രന് എന്തു ചെയ്തിട്ടും അവനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല.
അവസാനം ഇവൻ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വരാം, പക്ഷേ എന്നെ ശുഷ്കമോ ആർദ്രമോ ആയ ഒന്നും കൊണ്ടും കൊല്ലാൻ പാടില്ല. ഇന്ദ്രൻ അത് സമ്മതിച്ചു. എങ്ങനെയെങ്കിലും ഇവനൊന്ന് ഇറങ്ങിക്കിട്ടട്ടെ. അങ്ങനെ അവൻ പ്രത്യക്ഷമായി. ഇന്ദ്രൻ എന്ത് ചെയ്തു? കടൽ നുര കയ്യിലെടുത്തിട്ട് അവന് എറിഞ്ഞു. അതിൽ ഈ നിമുചി എന്ന് പറഞ്ഞ രാക്ഷസൻ മരിച്ചുപോയി. കടൽ നുര ആർദ്രമോ അല്ല, ശുഷ്കമോ അല്ല അത്രേ. അതിൽ നനവുമില്ല, എന്നാൽ അത് കട്ടിയുള്ളതുമല്ല. അതുകൊണ്ട് ആ കടൽ നുര കൊണ്ടാണ് നിമുജിയെ ഇന്ദ്രൻ കൊല്ലുകയുണ്ടായത്. ഇന്ദ്രൻ ഇത് കൊന്നു കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായേ? നിമുജിയുടെ തല ഇന്ദ്രൻ്റെ പിന്നാലെ തുള്ളി കൊണ്ട് നടക്കാൻ തുടങ്ങി. ഒരു ദിക്കിൽ നിൽക്കാൻ നിർത്തിയില്ല. ഇവൻ പിന്നിൽ തുള്ളിയിട്ടുണ്ട് തല. ഓരോ വഴിയില്ല. അവസാനം ചില മഹർഷിമാരുടെ ഉപദേശപ്രകാരം സരസ്വതി നദിയുടെ ഈ ഭാഗത്ത് വന്ന് മുങ്ങിയപ്പോൾ ആ തല ഇന്ദ്രനെ വിട്ടുപോയി. അതുകൊണ്ട് ഈ സ്ഥലത്തിന് ഇന്ദ്രപാപമോചന തീർത്ഥം എന്ന് പേര് വന്നു. പാർവതീ പരമേശ്വര പുത്രനായ സ്കന്ദനെ ഇവിടെ വച്ചിട്ടാണ് സർവ്വസൈന്യാധിപനായിട്ട് അഭിഷേകം ചെയ്തത് അത്രേ. ഇത് കേട്ടപ്പോൾ ജനമേയ രാജാവിന് ഈ സ്കന്ദാവതാരം കഥ കേൾക്കണം. ഈ സ്കന്ദാവതാരം കഥ നമ്മൾ അടുത്ത ഭാഗമായിട്ട് പറയാം. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും സന്തതിയും സമ്പത്തും എല്ലാം നൽകി കാത്തു രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.